അപ്പോൾ നമുക്ക് തെങ്ങിൻ്റെ കൂമ്പ് എങ്ങനെയാണ് കുറുക്കിയെടുക്കുന്നതെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ അതിനായിട്ട് കുറച്ച് തെങ്ങിൻ്റെ കൂമ്പ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ മധുരത്തിന് കരിപ്പോട്ടിയാണ് എടുക്കുന്നത്. അത് കുറച്ച് വെള്ളം ചേർത്ത് ഇങ്ങനെ ഒന്ന് തിളപ്പിച്ചെടുക്കണം, ഒന്ന് അലിയിപ്പിച്ചെടുക്കണം. എന്നാലേ അതിൻ്റെ മണ്ണ് വല്ലതും ഉണ്ടെങ്കിൽ അരിച്ചെടുത്ത് മാറ്റാനായിട്ട് പറ്റൂ. പിന്നെ മിക്സിയിലോട്ട് കുറച്ച് പച്ചരി കുതിർത്തതും പിന്നെ അതിലേക്ക് തെങ്ങിൻ കൂമ്പും ഒക്കെ ഇട്ടൊന്ന് അരച്ചെടുത്തു. അപ്പോൾ ഇത് അരച്ചെടുക്കാനായിട്ട് കരിപ്പോട്ടിയുടെ വെള്ളമാണ് ചേർത്ത് കൊടുത്തത്. പിന്നെ അത് കഴിഞ്ഞ് തേങ്ങ 1-ാം പാലും 2-ാം പാലും ഒക്കെ ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഉരുളിയിലാണ് ഇത് റെഡിയാക്കി എടുക്കുന്നത്. അപ്പോൾ മിക്സിയിൽ അരച്ച് വെച്ച എല്ലാം കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ തേങ്ങയുടെ 2-ാം പാലും പിന്നെ കരിപ്പോട്ടി എല്ലാം കൂടെ ചേർത്താണ് കുറുക്കിയെടുക്കുന്നത്. നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് തേങ്ങയുടെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചു കൊടുക്കാം. അപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ എനിക്ക് കഴിക്കുന്നത് ഇഷ്ടമാണ്, അങ്ങനെ കുറച്ച് ഞാൻ കഴിക്കാനായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിന് വേണ്ട കാര്യങ്ങളൊക്കെ തേങ്ങ തിരികിയതും അങ്ങനെ എല്ലാ കാര്യങ്ങളും ഞാനാണ് ചെയ്തത്. അമ്മയാണ് കേട്ടോ ഉണ്ടാക്കിയത്. എനിക്ക് അറിയത്തില്ല, ഇത് നമ്മളങ്ങനെ എപ്പോഴും ഉണ്ടാക്കുന്ന സാധനമല്ലല്ലോ, ഇത് ഞാൻ ഉണ്ടാക്കിയിട്ടുമില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്ത വ്ളോഗിൽ കാണാം.